നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്നല്ലേ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന അലീനയോട് ബാലേന്ദ്രൻ ചോദിച്ചു, അതെ നീ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഇനിയിപ്പം അവന് നേരെ എന്തെങ്കിലും ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും? അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല അച്ഛാ. ഇതിനു മുമ്പ് ഞാൻ ആ കോളനിയിൽ കൂടെ പോയപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ എന്നോട് കുശലാന്വേഷണം നടത്തിയതാ. അവർക്കൊക്കെ ഇപ്പം എന്നെ അറിയാം. അതുകൊണ്ട് അവരാരും അങ്ങനെ ചെയ്യാൻ മുതിരില്ല എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ കൂടെ വിടാനായിട്ട് അച്ഛന് വിശ്വാസക്കുറവുണ്ടോ? നിന്റെ കൂടെ വിടാനായിട്ട് എനിക്കൊരു വിശ്വാസക്കുറവില്ല. ഞാൻ അങ്ങോട്ട് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അച്ഛാ, മുമ്പ് പോയി കഴിഞ്ഞപ്പോഴത്തേനും റോഡ് വെച്ച് കുറച്ച് ആൾക്കാരൊക്കെ എന്നോട് അവനോട് മോശമായിട്ട് പെരുമാറി. അത് ചൊറി പിടിച്ച ആൾക്കാരാ, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിനുള്ള ഉത്തരം ഞാൻ അവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ബാലേന്ദ്രൻ പറഞ്ഞു, നിനക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എങ്കിൽ ശരി, പോയിട്ട് വാ. എങ്ങനെയാ, ഞാൻ കൊണ്ടേ വരണോ? വേണ്ടച്ചാ, ഞങ്ങളൊരു ഓട്ടോറിക്ഷ വിളിച്ച് പോയിക്കൊള്ളാന്ന് പറഞ്ഞു. അങ്ങനെ ബാലേന്ദ്രൻ അങ്ങോട്ട് തിരിയണ സമയത്ത് അലീന പറഞ്ഞു, അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? അല്ലെങ്കിൽ പിന്നെ പറയാം. നീ പറഞ്ഞിട്ട് പോയാ മതി. അലീന പറഞ്ഞു, അച്ഛാ ശരണ്യയുടെ ജോലിക്കാര്യത്തെ അല്ല, ശരണ്യയുടെ പഠിപ്പിൻ്റെ കാര്യത്തെക്കുറിച്ച് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളെ ഞാൻ പഠിപ്പിച്ചോളാം എന്നൊക്കെ, പഠിപ്പ് ഏറ്റെടുക്കാന്നൊക്കെ. അച്ഛന് അതിനെക്കുറിച്ച് മുമ്പ് സംസാരിക്കുകയും ചെയ്തല്ലേ? ഓ അതാണോ? അല്ല, ഇനിയിപ്പം ഞാനിവിടുന്ന് പോകുന്നതിന് മുമ്പ് ആ കാര്യത്തിലേക്ക് ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ? അല്ല, നീ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ ഞാനിവിടുന്ന് പോകുമെന്ന്. എന്താ നിന്റെ ഉദ്ദേശം? അച്ഛാ, ഈ കുടുംബത്തിലെല്ലാവരും നന്നായിട്ട് പോകണമെങ്കിൽ ഞാൻ പോയേ തീരുമെങ്കിൽ അത് ചെയ്യാനായിട്ട് എനിക്ക് ഒരു മടിയില്ല. ഈ കുടുംബത്തിൻ്റെ നന്മ എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത്. ശരി ശരി, നീ പോയിട്ട് വാ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അച്ഛാ, അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ രോഹത്തിനെ ഇങ്ങോട്ട് പറഞ്ഞു വിടണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും രണ്ടുപേരും കൂടെ ശരണ്യയുടെ വീട്ടിലേക്ക് പോവാം. ഒടുവിൽ ഓട്ടോറിക്ഷക്കാരൻ ചോദിച്ചു, എങ്ങോട്ടാ പോകണ്ടേന്ന് ചോദിച്ചു. അതെ, ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വഴിയൊക്കെ പറഞ്ഞു കൊടുത്ത് ഒടുവിൽ വീണ്ടും അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെ നിർത്തിയേക്കാൻ പറഞ്ഞു. രണ്ടുപേരും കൂടെ ഇറങ്ങി. ഇറങ്ങുന്ന സമയത്ത് രോഹത്തിന് ആ പടര് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഓട്ടക്കാശൊക്കെ കൊടുത്തിട്ട് രോഹത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ അലീന പറഞ്ഞു, നീ എന്താ ഇങ്ങനെ നിൽക്കുന്ന? ബാ. അല്ല ചേച്ചി, പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് വരാൻ പറഞ്ഞാൽ കയ്യിലേക്ക് പിടിച്ചു. അങ്ങനെ അവർ ശരണ്യയുടെ വീട്ടിലേക്ക് വരുമ്പോഴത്തേനും പ്രഭാകരൻ അവിടേക്ക് ഇറങ്ങി വന്നു. പ്രഭാകരനെ കണ്ടിട്ട് അലീന ചിരിച്ചിട്ട് ചോദിച്ചു, എല്ലാവരും ഇവിടെ ഇല്ലേ അങ്കിളെ എന്നൊക്കെ ചോദിക്കുകയാണ്. പ്രഭാകരനെ രോഹത്തിനെ കണ്ടിട്ട് ഇങ്ങനെ രോഹത്തിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുക. അപ്പോഴേക്ക് വേണം ശരണ്യയുടെ അമ്മ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ആഹാ, ഇതാരൊക്കെയാ? മക്കളെ കയറി വാ. ദേ ഷാരു, ഇതാരാ വന്നേക്കുന്നേ നോക്കിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നോക്കി ശരണ്യയെ വിളിക്കുകയാണ്. ഈ സമയത്ത് രോഹത്തിന് വല്ലാത്തൊരു ടെൻഷനാണ്. അലീന പ്രഭാകരനോട് ചോദിച്ചു, അല്ല അങ്കിളിന് മനസ്സിലായില്ലേ ഇതാരാന്ന്? രോഹിത്താന്ന് പറഞ്ഞു. പ്രഭാകരൻ മറുപടിയൊന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും ശരണ്യയുടെ അമ്മ പറഞ്ഞു, ദേ എന്ത് നിപ്പാ നിൽക്കുന്നേ, ഇങ്ങോട്ടേക്ക് കയറി വാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരെയും കൂടെ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് അകത്തേക്ക് ക്ഷണിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി. അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേനും ശരണ്യ ഓടി അങ്ങോട്ട് വന്നു അലീനയെ കെട്ടിപ്പിടിക്കുകയാണ്. ആ സമയത്ത് ശരണ്യയുടെ മൂത്ത സഹോദരനും ഒക്കെ ഉണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. എല്ലാവരുടെയും മുഖത്തൊരു കനത്ത ഭാവമാണ്. പ്രഭാകരൻ്റെ ശരണ്യയുടെ മൂത്ത ചേട്ടൻ്റെയൊക്കെ മുഖത്തിങ്ങനെ അവരൊക്കെ നോക്കുന്ന സമയത്ത് ലത ഭയങ്കര സന്തോഷത്തോടു കൂടി പറഞ്ഞു, നിങ്ങൾ എന്താ ഇങ്ങനെ നിൽക്കണേ? ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. വേണ്ടാന്നും പറഞ്ഞ് അവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് രോഹിത്ത് പറഞ്ഞു, അതെ ഞാനെന്നാൽ അവിടേക്ക് പോകാനായിട്ട് പാടില്ലായിരുന്നു. ഞാൻ ചെയ്ത തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്, എന്നോട് ക്ഷമിക്കണം എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും ക്ഷമ ചോദിക്കുകയാണ്. ഒരുപക്ഷെ ഇതെനിക്ക് നിങ്ങൾ വീട്ടിൽ വന്നു കഴിയുമ്പോൾ എനിക്ക് പറയായിരുന്നു. പക്ഷെ അവിടെ വെച്ച് പറയുന്നത് ശരിയല്ല, ഇവിടെ വന്ന് തന്നെ പറയണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അലീന ചേച്ചിയുടെ കൂടെ ഇങ്ങോട്ടേക്ക് വന്നേ. എനിക്ക് ശരണ്യയോട് മാത്രം ക്ഷമ ചോദിച്ചിട്ട് കാര്യമില്ല, ഈ കുടുംബത്തിലുള്ള എല്ലാവരും ക്ഷമ ചോദിക്കണം. അച്ഛനോടും അമ്മയോടും അതുപോലെ കൂടപ്പിറപ്പോടോടും എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റുണ്ടായി, ഞാൻ അവിടേക്ക് വന്നു, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ശരണ്യയുടെ ഒക്കെ നേരെ നോക്കി കൈ കൂപ്പുവാണ്. പിന്നീട് ശരണ്യയുടെ അടുത്തേക്ക് എന്നിട്ട് ശരണ്യയുടെ കൈ എടുത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശരണ്യയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. രോഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. എല്ലാവർക്കും വിഷമമായി. അപ്പോഴേക്കും അലീന പറഞ്ഞു, നിനക്കിപ്പോൾ സമാധാനമായില്ലേ? നിന്റെ മനസ്സ് തെളിഞ്ഞില്ലേടാ? സന്തോഷമായില്ലേ എന്ന് ചോദിച്ചു. നമ്മളും മനസ്സറിഞ്ഞ് ക്ഷമ ചോദിക്കുമ്പോഴും നമ്മളോട് മനസ്സറിഞ്ഞ് ആരെങ്കിലും ക്ഷമിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നത്. നീ സമാധാനമായിട്ടിരിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും പ്രഭാകരൻ പറഞ്ഞു, എൻ്റെ മോളെയും ഭാര്യയും ഞാൻ
ആ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. എന്തുകൊണ്ടാണെന്നറിയാവോ? ഇവളുള്ളതുകൊണ്ടാ. ഇവൾ അവരെ കാത്തോളൂ എന്നുള്ള വിശ്വാസം. ഇപ്പം നീ ഇവിടെ വന്ന് ക്ഷമ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അലീന ഉള്ളതുകൊണ്ടാണെന്നറിയാം. അലീന കാത്തോളൂ എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത്. അത് കേട്ടപ്പോൾ രോഹിത് പറഞ്ഞു, ശരിയാ അങ്കിള് പറഞ്ഞത്. അലീന ചേച്ചി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഇവിടുത്തെ കാര്യത്തെക്കുറിച്ചൊക്കെ, ശരണ്യയെക്കുറിച്ചും ഈ വീട്ടിലുള്ളവരെ കുറിച്ചും ഒക്കെ പറയാറുണ്ട്. ഈ വീട്ടിലുള്ളവർ സ്നേഹമുള്ളവരാണെന്നും പിന്നെ ഇവിടെ വരുമ്പോൾ കഴിക്കാൻ കൊടുക്കുന്ന ഫുഡിനെ കുറിച്ച് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ലത പറഞ്ഞു, അതെ മോനൊന്നും പറയേണ്ട കാര്യമില്ല, അലീനെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു. രോഹിത് പറഞ്ഞു, അത് ശരിയാ, അലീന ചേച്ചിയെ പിന്നെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട പറയേണ്ട കാര്യമില്ല, എന്നെക്കാളും കൂടുതലായിട്ട് നിങ്ങൾക്കറിയാലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശരണ്യ പറഞ്ഞു, അലീന ചേച്ചി എന്ത് നിപ്പാ നിൽക്കുന്നേ, ഇങ്ങോട്ടേക്ക് വാ, നമുക്ക് അകത്ത് പോയി സംസാരിക്കാം, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അപ്പോഴേക്കും അലീന പറഞ്ഞു, അല്ല ഇവിടെ ഇവരുമായിട്ട് അവരെ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ശരണ്യ അലീനയുടെ കൈ പിടിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രോഹിത്തിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല, വല്ലാത്തൊരു എപ്രാളത്തോടുകൂടി രോഹിത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് ഇളയ അഞ്ചൻ എന്ത് ചെയ്തു, ഒരു കസാര എടുത്തിട്ടുണ്ട് കൊടുത്തു. ഇരിക്കേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ രോഹിത്ത് അവിടെ ഇരുന്നു. രോഹിത്തിന് വല്ലാത്തൊരു വീർപ്പുമുട്ടലുണ്ടായിരുന്നു, വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അലീന അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ മുറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശരണ്യ അലീനയോട് പറഞ്ഞു, അതെ അലീന ചേച്ചി ഓരോ ദിവസം കാണുന്തോറും സ്നേഹം കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുക, അത് കുറയുന്നില്ല, അതെന്താ ചേച്ചിന്ന് ചോദിച്ചു. അതങ്ങനെയാന്ന് പറഞ്ഞു. അതെ ചേച്ചിനെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ, നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു പറഞ്ഞു. ഒന്ന് പോടി അവിടെ നിന്ന് പറഞ്ഞു. സത്യവാ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു, എനിക്ക് ചേച്ചിയെ കണ്ടാലും മതി വരില്ല, ചേച്ചിയെ കെട്ടിപ്പിടിക്കാൻ തോന്നും, അതിനെന്താ കെട്ടിപ്പിടിച്ചോളാൻ പറഞ്ഞു. അലീനയെ ശരണ്യെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ ഇത്തിരി സമയം കഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താ ചേച്ചി? നിന്റെ പഠിപ്പിൻ്റെ കാര്യമോ? അതെ നന്നായിട്ട് പഠിക്കണം. നിന്റെ എക്സാമും കാര്യങ്ങളൊക്കെ എങ്ങനെയായി? അതെ ഇപ്പം സ്റ്റഡി ലീവാ, ഞാൻ ഇടയ്ക്കൊരു ദിവസം സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ടീച്ചർ പറഞ്ഞു എനിക്ക് പരീക്ഷ എഴുതാനുള്ള അറ്റൻഡൻസും കാര്യങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞു. അത് മതി, നന്നായിട്ട് പഠിക്കണം കേട്ടോ, നീ പഠിച്ച് ജയിക്കണം. അറിയാലോ നീ തോറ്റുപോകാനായിട്ട് പാടില്ല, നീ പഠിച്ച് ജയിച്ചാൽ ഞാൻ ജയിക്കുന്ന പോലെ തന്നെയാ. എൻ്റെ അലീന ചേച്ചി തോറ്റുപോകാനായിട്ട് ഞാൻ സമ്മതിക്കുമോയെന്ന് ചോദിച്ചു. അതെനിക്കറിയില്ലാന്ന്. പിന്നെ നിൻ്റെ പഠിപ്പിൻ്റെ കാര്യമൊന്നും ഓർത്ത് നീ വിഷമിക്കുകയൊന്നും വേണ്ട, അതിനുള്ള പൈസയൊക്കെ ഞാൻ തന്നോളാം, ഞാൻ പറഞ്ഞിട്ടുള്ള അല്ലേന്ന് ചോദിച്ചു. അങ്ങനെ അവരതിനെക്കുറിച്ച് സംസാരിക്കുക. ഈ സമയത്ത് ഓമനക്കുട്ടനും രോഹിത്തും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ ക്രിക്കറ്റിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും കൂടെ ആധികാരികമായിട്ട് ഭയങ്കര സംസാരമാണ്. അപ്പോഴേക്കും പ്രഭാരം വന്നിട്ട് ചോദിച്ചു, എന്തായാലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ക്രിക്കറ്റിനെ കുറിച്ച് അങ്കളെ. ആദ്യമിനോട് ചോദിച്ചാൽ മതി, ക്രിക്കറ്റ് അരച്ച് കലക്കി കുടിച്ചേക്കുമല്ലേ, എല്ലാം ഇവൻ അറിയാമെന്ന് പറഞ്ഞു. പഠിത്തക്കാര്യത്തിൽ എൻ്റെ നാലിലൊന്നും ശ്രദ്ധ അവനില്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീനയുടെ അമ്മ ചായയൊക്കെ അങ്ങോട്ട് കൊണ്ടു കൊടുത്തു. ആ സമയം അലീനെ ശരണ്യം കൂടെ ഇറങ്ങി വന്നു. ഇവിടെ ചായ കുടിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയോ, ഞങ്ങൾക്ക് കൂടെ ഉള്ളത് പോരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോഴത്തേനും കുറച്ച് സീറ്റ്സൊക്കെ ആയിട്ട് ഗോപനും കൂടെ അങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ അവരെല്ലാവരും കൂടെ സന്തോഷത്തോടെ ചായ കുടിക്കുകയാണ്. ഈ സമയത്ത് അലീന ഒരു കാര്യം പറഞ്ഞു, അതെ എനിക്ക് ശരണ്യയുടെ പഠിപ്പിനെ കുറിച്ച് പറയാനുണ്ട്. അവളെ എത്രത്തോളം പഠിപ്പിക്കാവോ അത്രത്തോളം പഠിപ്പിക്കണം അങ്കളെ. അവളുടെ അംബീഷൻ എന്താന്ന് വെച്ചാൽ അത് സാധിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അവളുടെ പഠിത്തക്കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അവളുടെ പഠിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. പിന്നെ ഞാൻ ആ വീട്ടിൽ നിന്ന് പോയാലും കൃത്യമായിട്ട് തന്നെ അവളുടെ പഠിപ്പിനുള്ള പൈസയ്ക്ക് ഇവിടെ എത്തും. അതുകൊണ്ടാണ് ഞാൻ രോഹിത്തിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുകയും ചെയ്തത്. ഇവൻ പൈസ കൊണ്ട് തരുമ്പോൾ അത് ഞാൻ തരുന്ന പൈസയായിട്ട് കരുതിയാൽ മതി, ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണ്, മേടിക്കാൻ മടിക്കരുതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ലത ചോദിച്ചു, മോളെങ്ങോട്ട് പോവാ? അതെ ഞാൻ ആ വീട്ടിൽ നിന്ന് പോവുക. പോകാനോ? അലീന ചേച്ചി എങ്ങോട്ട് പോകാനാ എന്ന് ശരണ്യ ചോദിച്ചു. അത് അലീന ചേച്ചി നിൽക്കുന്ന വീടല്ലേ? അതെ ഞാനവിടെ ജോലിക്കായിട്ട് വന്നതല്ലേ, ഒരു പ്രായമായ അമ്മയെ നോക്കാൻ വന്നതല്ലേ, എൻ്റെ ആവശ്യം കഴിഞ്ഞു, എനിക്കിനി പോകാതിരിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും ശരണ്യ രോഹത്തിനോട് ചോദിച്ചു, അലീന ചേച്ചി പറഞ്ഞു വിടുവാണോ? ഞങ്ങളാരും പറഞ്ഞു വിടുന്നതല്ല, അലീന ചേച്ചി സ്വന്തമായിട്ട് പോകാൻ തീരുമാനം എടുത്താ. ചേച്ചി എങ്കിൽ പിന്നെ ചേച്ചിക്ക് പോകാതിരുന്നൂടെ, ഇവിടെ ജോലി ചെയ്താൽ പോരെ? അത് പറ്റില്ല മോളെ, ചില പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ നിന്നാൽ ശരിയാകത്തില്ല, എനിക്ക് പോകണം. പക്ഷെ ഞാൻ പോയെന്നോർത്ത് മോളെ കാണാൻ വരാതിരിക്കില്ല, എല്ലാ മാസം കാണാൻ വരും. പിന്നെ പൈസയൊക്കെ കൃത്യമായിട്ട് എത്തും. മോള് നന്നായിട്ട് പഠിക്കണം. അറിയാലോ ഞാൻ ഈ പറയുന്നത് എന്തുകൊണ്ടാണ്. മോള് നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ ഞാനും ജയിക്കുള്ളൂ, മോളും ജയിക്കുള്ളൂ എന്ന് പറഞ്ഞു. അതെനിക്കറിയാം അലീന ചേച്ചി എന്ന് പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ട് കുറച്ച് സമയം കൂടെ സംസാരിച്ച് യാത്ര പറഞ്ഞിട്ടാണ് അവർ തിരികെ വീട്ടിലേക്ക് പോരുന്നത്. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ കൃഷ്ണമോള് വാതക്കിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ല അലീനയെ കണ്ടിട്ട്. അപ്പോഴേക്കും അലീന ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചു.
രോഹിത്തിനോട് അറിയില്ല എന്ന് പറഞ്ഞു. കൃഷ്ണമോളുടെ അടുത്ത് നിന്നിട്ട് ഹലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കൃഷ്ണമോള് ഇച്ചിരി കനത്തിൽ ഹലോ എന്ന് പറയണേ. ഇതെന്ത് പറ്റിയെന്ന്, ഹലോയ്ക്ക് ഇത്ര ഗാംഭീര്യം എന്താന്ന് ചോദിച്ചു. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, ഇവിടുന്ന് പോയിട്ട് എന്നോടൊരു വാക്ക് പറഞ്ഞു പോലും ഇല്ലല്ലോ. ഓ അതാണോ കാര്യം? അത് പിന്നെ ഞാൻ വേണ്ട, കൂടുതലൊന്നും പറയണ്ട. നേരത്തെ ആണെങ്കിൽ അലീന ചേച്ചിക്ക് ഞാൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ പോകുന്ന സമയത്ത് പറഞ്ഞിട്ട് പോകാനായിട്ടൊക്കെ. ഇപ്പം ആൾക്കാരുടെ എണ്ണം കൂടിയല്ലോ, അതുകൊണ്ട് നമ്മളൊന്നും വേണ്ടല്ലോ. ഓ അപ്പം അതാണ് കാര്യം, ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത് എന്നും പറഞ്ഞുകൊണ്ട് അലീന കൃഷ്ണമോള് സോപ്പിടാനായിട്ട് ഇല്ലുവാണ്. അപ്പം അതിൻ്റെ കഥകളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.